നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഒരു വിളി കേട്ടതുപോലെ പ്രതി ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. താനാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് യാത്രാ സംഘത്തിലുള്ള മറ്റുള്ളവർ അറിയാതിരിക്കാനായി പ്രീതിയെ തടയാനുള്ള ശ്രമത്തിൽ പ്രതി അവൾക്ക് പിന്നാലെ ഓടുകയായിരുന്നുവെന്ന അന്വേഷണ ഉദ്യോഗസ്ഥയായ ശ്രീരഞ്ജിനിയുടെ വാദവും ശരിവെക്കാവുന്നതാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എക്സിബിറ്റ് 2, അതായത് സൂയിസൈഡ് പോയിന്റിന് താഴെയുള്ള CCTV ഫുട്ടേജ് തന്നെ അതിന് മതിയായ തെളിവാണ്. പ്രതിയായ സുസ്മിത പ്രീതിയുടെ തല കല്ലിലിടിക്കുന്ന ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ ഇല്ലെങ്കിലും സുസ്മിതയാണ് അത് ചെയ്തതെന്ന പ്രീതിയുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുകയാണ്. പാറപ്പുറത്ത് വീണതിന് ശേഷം പ്രീതി വീണ്ടും ഉരുളുകയോ തലയിടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സുസ്മിത തന്നെ നേരത്തെ പറഞ്ഞതും പ്രീതിയുടെ ശരീരത്തിൽ ഒന്നിലേറെ ക്ഷതങ്ങളുള്ളതായി സാക്ഷ്യപ്പെടുത്തുന്ന എക്സ്റേ റിപ്പോർട്ടും പ്രതിയായ സുസ്മിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷവും രോഹിത്തിനെയും പ്രീതിയെയും വീണ്ടും വകവരുത്താൻ പ്രതി ശ്രമിച്ചതും ആ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ പ്രീതി പിടിച്ചുപറ്റി കുടുംബത്തിലും സമൂഹത്തിലും വിരാജിച്ചിരുന്നതും പ്രതി അപകടകരമായ മാനസികാവസ്ഥയുള്ള ആളെന്നതിന് പൂർണ്ണ തെളിവാണ്. നുണപരിശോധനയ്ക്ക് സന്നദ്ധയാണെന്ന് കോടതിയിൽ സമ്മതം നൽകിയതിനു ശേഷം അത് ഒഴിവാക്കാൻ പ്രതി ആസൂത്രണം ചെയ്ത കിഡ്നാപ്പിംഗ് നാടകത്തെയും കോടതി വളരെ ഗൗരവമായി തന്നെ കാണുന്നു. നുണപരിശോധനയ്ക്കിടെ രക്തസമ്മർദ്ദം ഉയരുന്നത് തടയാനും ഹാർട്ട് ബീറ്റ് കൂടാതിരിക്കാനുമൊക്കെ നിരോധിത മരുന്ന് ഉപയോഗിച്ച പ്രതി നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ മാനസികാവസ്ഥയുള്ള പ്രതി കോടതിയിൽ മൊഴി നൽകാനെത്തുന്ന സാക്ഷിയായ പ്രീതിക്ക് മയക്കുമരുന്ന് നൽകി കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചെന്ന പരാതിയും കോടതി ഗൗരവമായി തന്നെ പരിഗണിക്കുകയാണ്. എങ്കിലും പ്രസ്തുത പരാതി മറ്റൊരു കേസായി പരിഗണിച്ച് കോടതിക്ക് പ്രത്യേക റിപ്പോർട്ട് നൽകാൻ കോടതി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധം സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതി സുസ്മിത സമൂഹത്തിന് തന്നെ അപകടമാണെന്ന് കോടതി വിലയിരുത്തുന്നു. ഇത്തരക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി സമൂഹത്തോടുള്ള കടപ്പാട് നിറവേറ്റേണ്ട ബാധ്യത കോടതിക്കുണ്ട്. ആയതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകളിന്മേൽ നൽകാവുന്ന പരമാവധി ശിക്ഷ 6 വർഷം കഠിന തടവിന് സുസ്മിതയെ ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവാകുന്നു. നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം പരമാവധി ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് എന്റെ കുറ്റമല്ല, അത് പ്രകൃതി നിയമമാ. നീ കേട്ടിട്ടില്ലേ ന്യൂട്ടൺസ് 3rd law? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. എന്തു ചെയ്താലും
അത് അതേ ശക്തിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന്. ഏത് കർമ്മത്തിനും അതിന്റെ ഫലമുണ്ടാകുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നന്മ വിതയ്ക്കുന്നവൻ നന്മയും തിന്മ വിതയ്ക്കുന്നവൻ തിന്മയും കൊയ്യുന്ന ബൈബിളിലുമുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഓരോ ധാന്യമണിയിലും നമ്മുടെ പേരെഴുതി വച്ചിട്ടുണ്ടെന്ന് ഖുറാനിലും. നിനക്കിനി കുറച്ചു കാലത്തേക്ക് കഴിക്കാനുള്ള അരിമണിയൊക്കെ ജയിലിലാ വേവിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. സർ പ്ലീസ്. വിതയ്ക്കുന്നതിന്റെ കൂലി വരമ്പത്തല്ലെങ്കിലും എപ്പോഴെങ്കിലും കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാനൊന്നും ഒരുത്തനെ കൊണ്ടും പറ്റില്ലടി. ആ ശിക്ഷ ഇത്തിരി വൈകിപ്പിക്കാമോന്ന് മാത്രമാ അമീർ അബ്ദുള്ള ശ്രമിച്ചു നോക്കിയത്. നിയമത്തിന്റെ പിടിയെന്നല്ലെങ്കിൽ സമയത്തിന്റെ പിടിയെന്ന് നിനക്കത് കിട്ടും. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അമീറിനൊന്നല്ല, അള്ളാഹുവിന് പോലും കഴിയില്ല. അനുഭവിച്ചോ, ധാരാളമായി അനുഭവിച്ചോ. ആ പിന്നെ തന്നോട് ഇവളെന്തോ പുളിങ്കുരു എണ്ണി വാങ്ങിച്ച കഥയൊക്കെ പറഞ്ഞല്ലോ. ഇവളുടെ അച്ഛന്റെ പുളിങ്കുരുവൊക്കെ ഇന്ന് തന്നെ തന്റെ അക്കൗണ്ടിൽ തിരികെ ക്രെഡിറ്റ് ആക്കുമെന്ന് പറഞ്ഞേക്ക് ഇവളോട്. സർ അത് ഒന്ന് പോടോ. എടി, നീ എന്തിനാടി അയാളെ കയറി ചൊറിയാൻ പോയത്? നമുക്കിനി അയാളെ കൊണ്ട് ആവശ്യമുള്ളതാ. കാള ചിറ്റപ്പ, നമുക്കെന്തിനാ ഈ വേസ്റ്റിനൊക്കെ? ഹാർട്ടി കൺഗ്രാറ്റ്സ് അർജുൻ. താങ്ക്സ് അമീർ. കോടതിയിൽ വാദിച്ചു മുന്നേറുമ്പോഴും എന്റെ ഉപബോധ മനസ്സ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു, അർജുനാണ് ജയിക്കാൻ പോകുന്നതെന്ന്. കാരണം ഞാൻ തലച്ചോറ് കൊണ്ട് വാദിച്ചപ്പോ അർജുൻ ഹൃദയം കൊണ്ടാണ് വാദിച്ചത്. ഓക്കെ, ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. ആ, പടം ഇവിടം കൊണ്ട് തീരട്ടെ എന്നാണ് എന്റെ ആശംസ. സുസ്മിതയെ കൊണ്ട് ഇനി നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകാതിരിക്കട്ടെ. ശരി. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ പോയി കോർട്ട് ഓർഡർ വാങ്ങിച്ചിട്ട് വരാം. ആ, ഇവിടെ ആ വിലങ്ങ് നീച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.